Hi dear friends, restaurant സ്റ്റൈലുള്ള ഒരു കിടിലൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എന്തിൻ്റെ കൂടെയും സേവ് ചെയ്യാൻ പറ്റുന്ന നല്ല കളറും സ്മെല്ലും അതുപോലെ തന്നെ രുചിയൊക്കെ ഉള്ള സൂപ്പർ കറിയാണിത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണെങ്കിലും ഒരു പ്രഷർ കുക്കർ വെച്ചിട്ട് നമുക്കിത് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ കറിക്ക് നമുക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന തന്നെ മതി. ഈ കറി ഉണ്ടാക്കുന്ന രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ്. വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഈ സ്പെഷ്യൽ ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ ഈ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇതുപോലെ മീഡിയം പീസുകളായിട്ട് കട്ട് ചെയ്യുക. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. പീസുകളിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ അളവിൽ എടുത്താൽ മതി. എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, 2 നുള്ള് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഇതിൽ മസാലയൊക്കെ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ അടച്ചു വെക്കുക, ഫ്രീസറിൽ വെക്കരുത്. മാരിനേഷൻ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയം വരെ മാത്രം അങ്ങനെ ചെയ്താൽ മതി. സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഈ കറിയിലേക്ക് വേണ്ട മസാലകൾ ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ചിക്കനിലേക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. മസാലക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി 3 ടീസ്പൂൺ അഥവാ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ. ചെറിയ ജീരകത്തിൻ്റെ പൊടി പരമാവധി ഫ്രഷായിട്ട് പൊടിച്ചത് ചേർക്കുക, കാരണം ഇത് കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നതാണ്. ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ അളവിൽ കടലപ്പൊടിയാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ കുക്കറിലാണ് കറി തയ്യാറാക്കുന്നത്. കുക്കറൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3 ഏലക്ക, 5 ഗ്രാമ്പു, 10 കുരുമുളക്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം അഥവാ വലിയ ജീരകവും എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുക. മീഡിയം തീയിൽ വെച്ചിട്ട് 1 മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത 3 മീഡിയം സൈസ് സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. സവോള മാക്സിമം ഫൈനായിട്ട് ചോപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് കുക്ക് ചെയ്തെടുക്കുന്ന രീതിയൊക്കെയാണ് ഈ കറിയെ മെയിനായിട്ട് ഡിഫറെൻ്റ് ആക്കുന്നത്. ഉള്ളിയൊക്കെ നല്ല രീതിയിലും അതുപോലെ തന്നെ പെട്ടെന്നും കുക്കാകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവോളയിൽ ഉപ്പ് ചേർക്കാൻ വിട്ടുപോകരുത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് കുക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി മീഡിയം തീയിൽ വെച്ചിട്ട് ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറാവുന്ന വരെ വേവിക്കണം. ഈ ഒരു സ്റ്റേജ് മാത്രമാണ് കുറച്ചെങ്കിലും സമയമെടുക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം ഈ ഒരു രീതിയിൽ ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 പച്ചമുളക് സ്ലൈസ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളി ബ്രൗൺ കളർ ആക്കുന്നത് പോലെയല്ല, കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരണം. ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി കളർ ചേഞ്ചായി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തപ്പോൾ കളറൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ട് കാണാം. ഈ ഒരു കളറാവുന്നത് വരെ ഏകദേശം 1-2 മിനിറ്റ് സമയം കൂടി വേവിക്കുക. എന്നാൽ മാത്രമേ ചിക്കൻ കറി നമ്മൾ തുടക്കത്തിൽ കണ്ട രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് എണ്ണ തെളിയുന്നത് വരെ മീഡിയം തീയിൽ വേവിച്ചെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് സമയം വേവിക്കാം. വല്ലാതെ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഉള്ളിയും തക്കാളിയൊക്കെ ഇതുപോലെ നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഈ മസാലയിൽ തുടർച്ചയായിട്ട് മിക്സ് ചെയ്തെടുക്കണം.
ഏകദേശം ഒരു 3 മിനിറ്റ് സമയം ഈ രീതിയിൽ കുക്ക് ചെയ്തിട്ട് ഇതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം സ്ലൈസ് ചെയ്തത് ചേർത്തിളക്കുക. ഹൈ ഫ്ലെയിമിൽ ഏകദേശം 4 മിനിറ്റ് സമയം വരെ ഇതേ രീതിയിൽ കുക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മസാലയും ചിക്കനൊക്കെ തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 30 സെക്കൻഡ് സമയം മാത്രം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ മാത്രം വേവിക്കുക. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ താനേ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വിസിൽ ഓപ്പൺ ചെയ്തിട്ട് എയർ ഒഴിവാക്കരുത്. കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി കറിയിലേക്ക് അവസാനമായിട്ട് 1-2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 അല്ലി കറിവേപ്പില, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മാത്രം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ ഒന്ന് ബാലൻസായി കറി നല്ല ടേസ്റ്റിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് മാത്രം കറി സേവ് ചെയ്യുക. ഈ രീതിയിൽ ചിക്കൻ കറി നിങ്ങൾ മുമ്പ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.